സർ, ഞാൻ പ്രോപ്പർ ഡയറ്റ് എടുക്കുന്നുണ്ട്, എന്നിട്ടും വെയിറ്റ് തീരെ കുറയുന്നില്ല. ഡോക്ടറെ, ഞാൻ ഡെയിലി ജിമ്മിൽ പോകുന്നു, പക്ഷെ വെയിറ്റ് കുറയുന്നില്ല. ഡോക്ടറെ, ഓൺലൈനിൽ കണ്ട കുറേ വെയിറ്റ് ലോസ് പൊടികൾ ട്രൈ ചെയ്തു, പക്ഷേ വെയിറ്റ് ഒന്നും കുറയുന്നില്ല. അപ്പോൾ ഇതേപോലെ വെയിറ്റ് കുറയാൻ ബുദ്ധിമുട്ടുന്നവരാണെന്നെങ്കിലെങ്കിൽ നിങ്ങൾക്കിതൊരു സന്തോഷ വാർത്തയുണ്ട്. എന്താണെന്നല്ലേ, ലോകമെമ്പാടും വളരെയധികം ട്രെൻഡിങ് ആയിട്ട് വെയിറ്റ് കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മരുന്ന് ഇഞ്ചക്ഷൻ സെമാഗ്ലൂട്ടൈഡ് ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം തന്നെ ലഭ്യമായി തുടങ്ങിയിരുന്നു. പക്ഷേ അത് വിദേശ നിർമ്മിതമായിട്ടായിരുന്നു നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അതിൻ്റെ വില വിവരം നോക്കുകയാണെങ്കിൽ അടിസ്ഥാന വില ഒരു 9,000 തൊട്ട് മാക്സിമം ഡോസിൻ്റെ വില ഒരു 16,000 വരെ പോകുമായിരുന്നു ഒരു മാസത്തെ ചിലവ് എന്നുള്ളത്. ഇപ്പോൾ ഇതാ ആ ഇഞ്ചക്ഷൻ സെമാഗ്ലൂട്ടൈഡിൻ്റെ ജനറിക് മരുന്ന് ഇന്ത്യയിലും എത്തിക്കഴിഞ്ഞു. 3 ദിവസം ആയിട്ടുള്ളൂ. ജനറിക് മരുന്നായതുകൊണ്ട് തന്നെ വില നല്ലവണ്ണം തന്നെ കുറവായി. നിങ്ങളൊരു മാസത്തിൻ്റെ ചിലവ് നോക്കുകയാണെങ്കിൽ 1,500 തൊട്ട് 2,000-നുള്ളിൽ തന്നെ ഒതുങ്ങുന്നതാണ്. അപ്പോൾ വെയിറ്റ് കുറയാൻ ബുദ്ധിമുട്ടുന്നവർക്ക് തീർച്ചയായിട്ടും അതൊരു സന്തോഷ വാർത്ത തന്നെയാണ്. പിന്നെ ഈ ഇഞ്ചക്ഷൻ സെമാഗ്ലൂട്ടൈഡ് എന്ന് പറയുന്നത് നമുക്ക് ആഴ്ചയിൽ ഒരു വട്ടം മാത്രം എടുക്കുന്ന ഇഞ്ചക്ഷനാണ്. ആഴ്ചയിൽ ഒരു വട്ടം മാത്രം. അപ്പോൾ അങ്ങനെ അതിൻ്റെ പല ഡോസുകളുണ്ട്. 0.25 തൊട്ട് 0.5, 1 mg, 1.7, 2.4 mg വരെയാണ് മാക്സിമം ഡോസ് എന്ന് പറയുന്നത്. പിന്നെ അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ചില സൈഡ് എഫക്റ്റുകളുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളതല്ലേ. അപ്പോൾ നമുക്കൊന്ന് വിശപ്പ് കുറയും. അത് സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നതിനെക്കാട്ടിലും എഫക്റ്റ് എന്ന് പറയാനായിട്ടാണ് ഏറ്റവും വലിയൊരു കാര്യം നമുക്ക് പറയാനുള്ളത്. അതുകൂടാതെ നോക്കുകയാണെങ്കിൽ നമ്മൾ മരുന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഈ നോസിയ, അതായത് ഒരു ഓഖാനം, ഛർദിൽ, ചിലർക്ക് ഈ പറഞ്ഞ പോലുള്ള വയറിന് ഇളകിപ്പോകുന്ന പോലെ ചെറിയ ഡയറിയൽ എപ്പിസോഡ്സും, പിന്നെ ചിലർക്ക് കോൺസ്റ്റിപ്പേഷനും, പിന്നെ ചിലർക്ക് വയറ് വീർത്ത പോലത്തെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ചെറിയ ഡോസിൽ തുടങ്ങിയിട്ട് മാത്രം സൈഡ് എഫക്റ്റുകൾ നോക്കിക്കൊണ്ട് മാത്രമേ അതിൻ്റെ ഡോസുകൾ വർദ്ധിപ്പിച്ചും എടുക്കാറുള്ളൂ. പിന്നെ നല്ല രീതിക്ക് തന്നെ വെയിറ്റ് ലോസ് നമുക്ക് പഠനങ്ങളിലും നമ്മളെ ക്ലിനിക്കൽ എക്സ്പീരിയൻസിലും ഉണ്ട്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10 കിലോയ്ക്ക് മുകളിൽ ഈ പറഞ്ഞ ചിലർക്ക് 20 കിലോ വരെയൊക്കെ കുറഞ്ഞ ആൾക്കാർ തന്നെ ഉണ്ട്. അപ്പോൾ വെയിറ്റ് കുറയാൻ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോർമോൺ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറായ എൻഡോക്രൈനോളജിസ്റ്റുമായിട്ട് കൺസൾട്ട് ചെയ്യുക. ഈ മരുന്ന് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണോ എന്നുള്ളത് അഭിപ്രായം തേടുക. അതനുസരിച്ചിട്ട് സൈഡ് എഫക്റ്റുകൾ മോണിറ്റർ ചെയ്തുകൊണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജീവിതശൈലി കൊണ്ട് മാത്രം കുറയാത്ത വെയിറ്റ് നിങ്ങൾക്ക് ഈ മരുന്ന് കൊണ്ട് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ മറക്കാതെ ഈ വീഡിയോ ഷെയറും ചെയ്യുക. നന്ദി, നമസ്കാരം.